Welcome to the journey to knowledge. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്. എക്സസൈസ് 2.7. ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ ചെയ്യുമ്പോൾ അതിനെ ഫ്രാക്ഷനാക്കി മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടാൻ എളുപ്പം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.4 ഡിവൈഡ് ബൈ 2. 0.4 എന്നുള്ളതിന് നമുക്ക് 4/10 എടുക്കാം. 4/10 ഡിവൈഡഡ് ബൈ 2 ഉള്ളത് ഇൻറ്റു 1/2. 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. 1s are 2s are. സോ 2/10 കിട്ടും. ഡിനോമിനേറ്ററിൽ 10 മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് അതിനെ തിരിച്ച് ഡെസിമൽ പോയിന്റിലേക്ക് മാറ്റാൻ ഈസി ആയിരിക്കും. അപ്പോൾ 2/10 എന്നുള്ളത് 0.2. സെക്കൻഡ് ക്വസ്റ്റ്യൻ 0.35 ഡിവൈഡഡ് ബൈ 5. 0.35 എന്നുള്ളത് 35 ബൈ ഡെസിമൽ പോയിന്റ് ആയിട്ട് 2 നമ്പർ ഉണ്ട്. സോ 35/100 ഇൻറ്റു 1/5. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റുമ്പോൾ സെക്കൻഡ് നമ്പർ റെസിപ്രോക്കൽ ആവും. സോ 5ഉം 35ഉം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 7 ടൈംസ് വരും. 7 5s are 35. സോ 7/100 കിട്ടും. 0.07 ഡെസിമൽ പോയിന്റ് ആയിട്ട് 2 ഡിജിറ്റ് വേണം ബൈ 100 ആയതുകൊണ്ട്. സോ 0.07. തേർഡ് ക്വസ്റ്റ്യൻ 2.48 ഡിവൈഡഡ് ബൈ 4. 248/100 ഇൻറ്റു 1/4 വരും. 4ഉം ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 6 4s are 24, 4 2s are 8, 62/100. സോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരണം. 0.62. ഫോർത്ത് ക്വസ്റ്റ്യൻ 65.4 ഡിവൈഡഡ് ബൈ 6. 65 and 4/10 എടുക്കാം. പോയിന്റ് മാറ്റുമ്പോൾ ഇൻറ്റു 1/6. 6ൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കാം. 6 പോവും, 56നും പോവും. സോ 6 1s are 5 പോകില്ല 0, 54ൽ 9. സോ 109/10 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 10.9. ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റിന് തൊട്ട് മുമ്പ് വെച്ചു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 651.2 ഡിവൈഡ് ബൈ 4. 6512/10 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ ഉള്ളൂ. സോ ബൈ 10 ഇൻറ്റു 1/4. സോ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പം 4 1s are 4, 1s are 4, 2 റിമൈൻഡർ, 4 6 are 24, 11, 4 2s are 8, 32, 8 4s are 32. 1628/10 കിട്ടും. ഡിവിഷൻ ചെയ്ത് നോക്കിയാലും ആൻസർ കിട്ടും. ഈക്വൽ ടു 162.8. സിക്സ്ത് ക്വസ്റ്റ്യൻ 14.49 ഡിവൈഡ് ബൈ 7. ഇത് ഡയറക്റ്റ് ഡിവിഷൻ ചെയ്താലും കിട്ടും. 14.49 ഡിവൈഡ് ബൈ 7 എടുക്കുകയാണെങ്കിൽ 14ൽ 2 ടൈംസ് പോവും. 2.4ൽ 7 പോവില്ല. അപ്പോൾ 0.7 ആൻസർ കിട്ടും. അത് നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 14.49 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ 7 2s are 14, റിമൈൻഡർ 0. 0.4 താഴോട്ട് ഇറക്കുമ്പോൾ ഇവിടെയും ഡെസിമൽ പോയിന്റ് കൊടുക്കുക. സോ 4ൽ 7 പോവില്ല. സോ 0 കൊടുത്തിട്ട് അടുത്ത നമ്പറും കൂടെ താഴെ ഇറക്കുവാണെങ്കിൽ 7 7s are 49 ക്യാൻസൽ ആവും. സോ ഇങ്ങനെ ഡിവിഷൻ ചെയ്താലും ആൻസർ കിട്ടും. 3.96 ഡിവൈഡഡ് ബൈ 4. 3.96 ഡിവൈഡഡ് ബൈ 4 ഡയറക്റ്റ് ഡിവിഷൻ ചെയ്ത് നോക്കാം. 3.96 ഡിവൈഡഡ് ബൈ 4. 3ൽ പോവില്ല. അപ്പോൾ 0 പോയിന്റ് ഡെസിമൽ പോയിന്റുള്ള പോയിന്റ് കൊടുത്തിട്ട് 39 താഴോട്ട് ഇറക്കുക. 0 ആയപ്പോൾ ഇത് 0 പോയി. 3.9 താഴോട്ട് ഇറക്കുവാണെങ്കിൽ 4 9s are 36. 3 6. So again 9 36 0. So answer is 0.99.
8th ക്വസ്റ്റ്യൻ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. 0.80 ഡിവൈഡഡ് ബൈ 5. സോ 0.80 ഡിവൈഡഡ് ബൈ 5 80 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കാം. 0.80 ഡിവൈഡ് ബൈ 5 0. അങ്ങനെ തന്നെ വരും. 8ൽ 5 1 ടൈം പോവും. 5 1s are 5, റിമൈൻഡർ 3 30, 6 5s are 30. സോ 0.16 ആൻസർ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് 4.8 ഡിവൈഡ് ബൈ 10. എല്ലാ നമ്പേഴ്സും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ അത് കഴിഞ്ഞ എക്സസൈസിൽ ഇൻറ്റു 10 ആണെങ്കിൽ ഡെസിമൽ പോയിൻ്റ് റൈറ്റ് സൈഡിലേക്ക് പോകുമെന്ന് പറഞ്ഞു. സോ ഡിവൈഡഡ് ബൈ 10 വരുമ്പോൾ ഡെസിമൽ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിലേക്ക്, ഡിവിഷൻ ആണെങ്കിൽ ഡെസിമൽ പോയിൻ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയാൽ മതി. ഇവിടെ എത്ര സീറോസ് ഉണ്ടോ നോക്കുക, അത്രയും ഡിജിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ ഇത് 0.48 ആവും. സെക്കൻഡ് നമ്പർ 52.5 ഡിവൈഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 5.25 ആവും. ഡെസിമൽ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. തേർഡ് ക്വസ്റ്റ്യൻ. 0.7 ഡിവൈഡഡ് ബൈ 10. സോ ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. അപ്പം 0.07 ആവും. ഡിജിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ 0 കൊടുക്കും, അല്ലെങ്കിൽ ഡെസിമൽ പോയിൻ്റ് എഴുതിയിട്ടുണ്ടെന്ന് തിരിയില്ല. അതുകൊണ്ട് 0.07. ഫോർത്ത് ക്വസ്റ്റ്യൻ. 33.1 ഡിവൈഡഡ് ബൈ 10. സോ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം 3.31. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 272.23 ഡിവൈഡഡ് ബൈ 10. സോ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 27.223. സിക്സ്ത് ക്വസ്റ്റ്യൻ. 0.56 ഡിവൈഡ് ബൈ 10. സോ 0.56 ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് മുമ്പ് വേറെ നമ്പർ ഇല്ല, സോ അത് 0 പോയിൻ്റ് തന്നെ കൊടുക്കുക. 0.056. സെവൻത്ത് ക്വസ്റ്റ്യൻ. 3.97 ഡിവൈഡഡ് ബൈ 10. 0.397. തേർഡ് ക്വസ്റ്റ്യൻ. എല്ലാ നമ്പറും ഡിവൈഡഡ് ബൈ 100 ആണ്. ഡിവൈഡ് ബൈ 100 ഇവിടെ 2 0 ഉള്ളതുകൊണ്ട് 2 ഡിജിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.7 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 0.027. എന്നാലേ ഡെസിമൽ പോയിൻറ്റ് 2 ഡിജിറ്റ്. ഇപ്പോൾ 2.7 എന്നുള്ളത് 2 ഡിജിറ്റ് വരണമെന്ന് പറഞ്ഞാൽ 1 2. സോ 2 പ്ലേസിന് മുമ്പ് ഇവിടെ വേണം ഡെസിമൽ പോയിൻറ്റ് വരണം. അപ്പോൾ ഇവിടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഡെസിമൽ പോയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മുമ്പ് ഒരു 0 കൊടുക്കുന്നു. അപ്പോൾ 0.027 എന്ന് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 0.3 ഡിവൈഡഡ് ബൈ 100. സോ ഇവിടെ ഡിജിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് 0.003 വരും. തേർഡ് ക്വസ്റ്റ്യൻ. 0.78 ഡിവൈഡഡ് ബൈ 100. സോ ഇവിടെയും 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് വരണം. 0.0078. ഫോർത്ത് ക്വസ്റ്റ്യൻ. 432.6 ഡിവൈഡഡ് ബൈ 100. സോ നമ്പേഴ്സ് ഉണ്ട്, 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 4.326. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 23.6 ഡിവൈഡഡ് ബൈ 100. സോ 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പം 0.236. സിക്സ്ത് ക്വസ്റ്റ്യൻ. 98.53 ഡിവൈഡഡ് ബൈ 100. സോ 2 ഡിജിറ്റ് വരുമ്പം 0.9853. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡിവൈഡഡ് ബൈ 1000 ആണ്. അപ്പോൾ 1000ന് 3 ഡിജിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. സോ 7.9 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 7.9. 3 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 1 2 3. ഇവിടെ വേണം ഡെസിമൽ പോയിൻറ്റ് വരണം. അപ്പോൾ ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 കൊടുക്കണം. അപ്പോൾ 0.0079. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 26.3 ഡിവൈഡഡ് ബൈ 1000. 3 ഡിജിറ്റ്സ് വരണം. 0.023263. 1 2 3 പ്ലേസ് മുമ്പിലേക്ക് വരണം. തേർഡ് ക്വസ്റ്റ്യൻ. 38.53 ഡിവൈഡഡ് ബൈ 1000.
സെയിം പാറ്റേൺ തന്നെ 0.03853. ഫോർത്ത് ക്വസ്റ്റ്യൻ 128.9 ഡിവൈഡഡ് ബൈ 1000. സോ 3 ഡിജിറ്റ് വരുമ്പോൾ 1 തൊട്ട് മുമ്പിൽ വരണം. 0.1289. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 0.5 ഡിവൈഡഡ് ബൈ 1000. സോ 3 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 3 0 വരണം അല്ലേ. 0.0005. ഡെസിമൽ നമ്പർ ഡിവൈഡ് ബൈ ഡെസിമൽ നമ്പർ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ 7 ഡിവൈഡഡ് ബൈ 3.5. സോ നമുക്കിതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 7 ഡിവൈഡഡ് ബൈ 3.5. ഈ ഡെസിമൽ പോയിൻ്റ് കളയാൻ വേണ്ടിയിട്ട് ഇതിന് ഇൻറ്റു 10 ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ആവുള്ളെങ്കിൽ ഇൻറ്റു 10 കൊടുക്കാം. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ ഇൻറ്റു 100 കൊടുക്കണം. സോ ഇവിടെ ഇപ്പോൾ ഇൻറ്റു 100 കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ. സോ ഇൻറ്റു 10. സോ ഈ നമ്പർ 7 × 10 70 ആവും. ഇവിടെ ഡെസിമൽ പോയിൻ്റ് റൈറ്റ് സൈഡിലേക്ക് മാറുമ്പം ബൈ 35 ആവും. 70 ഡിവൈഡഡ് ബൈ 35. 7 ടേബിൾസിൽ പോകും നമുക്കറിയാം. 7 5s are 7 10s are. 10/5 2 ആൻസർ. ഡെസിമൽ പോയിൻ്റ് ഇല്ല, 2 ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 36 ഡിവൈഡഡ് ബൈ 0.2. 36/0.2 കൊടുത്തിട്ട് ഇൻറ്റു 10 കൊടുക്കുന്നു. 36 × 10 360/2 × 10 0.2 × 10 2 വരും. സോ 360 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 180 കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ 3.25 ഡിവൈഡഡ് ബൈ 0.5. 3.25 ഡിവൈഡഡ് ബൈ 0.5. ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. സോ ഫുൾ ഡെസിമൽ പോയിൻറ്റും കളയണമെന്നാൽ നമുക്ക് ഇൻറ്റു 100 കൊടുക്കണം. സോ 100 കൊടുക്കുമ്പോൾ ഇത് 325 ആകും. 0.5 × 100 കൊടുക്കുമ്പോൾ 1-2 പ്ലേസസ് ലെഫ്റ്റിലേക്ക് ഡെസിമൽ പോയിൻ്റ് വരും. അപ്പോൾ അത് 50 ആകും. 5 ടേബിൾസിൽ ക്യാൻസൽ ചെയ്യാം. 5 10s are 5 6 are 35. 65/10 വരും. അപ്പോൾ അതിനെ നമുക്ക് 6.5 എന്ന് എഴുതാം. ഫോർത്ത് ക്വസ്റ്റ്യൻ 30.94 ഡിവൈഡഡ് ബൈ 0.7. 30.94 ഡിവൈഡ് ബൈ 7 ഇൻ 0.7 ആണ്. അപ്പോൾ ഇൻറ്റു 100 കൊടുക്കുകയാണെങ്കിൽ 3094/7 × 10. ഒരു ഡെസിമൽ പോയിൻ്റ് ഇപ്പുറം 70 വരും. സോ 7 ടേബിൾസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. 3094 ഡിവൈഡ് ബൈ 7. 7 4s are 28. 29 7 4s are 28. 14 7 2s are 40. ക്യാൻസൽ ആവും. 7 10s are 7 442. സോ 442/10 വരുമ്പോൾ 44.2 എന്ന് നമുക്ക് ആൻസർ കൊടുക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 0.5 ഡിവൈഡഡ് ബൈ 0.25. സോ 0.5/0.25 കൊടുത്തിട്ട് ഇൻറ്റു 100 കൊടുക്കുന്നു. സോ ഇത് 5 2 പ്ലേസ് ഇങ്ങോട്ട് വരുമ്പോൾ 50 ആകും ബൈ 25. 50 ഡിവൈഡ് ബൈ 25 നമുക്കറിയാം 2 ആണ്. അല്ലെങ്കിൽ 5 ടേബിൾസിൽ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 5 10s are 5 5s are 10/5 2 കിട്ടും. സിക്സ്ത് ക്വസ്റ്റ്യൻ 7.75 ഡിവൈഡഡ് ബൈ 0.25. 7.75 ഡിവൈഡ് ബൈ 0.25 ഇൻറ്റു 100 ചെയ്തു. സോ 775 ഡിവൈഡഡ് ബൈ 25. 775 ഡിവൈഡഡ് ബൈ 25. 775 ഡിവൈഡഡ് ബൈ 25. 25 3s are 75. 25 1s are 25. So answer 31. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് ആണെങ്കിൽ ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് ഉണ്ടാകത്തില്ല. ന്യൂമറേറ്ററിൽ 2ഉം ഡിനോമിനേറ്ററിൽ 1 ആണെങ്കിൽ ആൻസറിൽ ഒരെണ്ണം ഉണ്ടാകും. കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്.
ഇവിടെ അതുപോലെ ന്യൂമറേറ്ററിൽ 2ഉം ഡിനോമിനേറ്ററിൽ 1 ആയിരുന്നു. അതുകൊണ്ടാണ് ആൻസറിൽ ഒരു ഡെസിമൽ പോയിൻ്റ് വന്നത്. ഇത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 3.25ഉം ഇവിടെ 0.5ഉം ഡെസിമൽ പോയിൻ്റ് 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ ആൻസറിൽ 1 വന്നു. ബാക്കി സെയിം ഉള്ളിടത്തെല്ലാം ആൻസർ സിംഗിൾ നമ്പറാണ് വരിക. ഇവിടെ 2 2ആകുമ്പോൾ ആൻസറിലും ഡെസിമൽ പോയിൻ്റ് വേണ്ട, 2 എണ്ണം ഇവിടെ കറക്റ്റായി. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th question. 76.5 divided by 0.15. 76.5 by 0.15 into 100 into 100 ചെയ്യുമ്പോൾ 7650 by 15. 7650 divided by 15 ചെയ്യുമ്പോൾ 15 5s are 75, 15 1s are 15, 0 കൂടി ഉണ്ട്. അപ്പോൾ 510. ആൻസർ 510. 8th question. 37.8 divided by 1.4. 37.8 divided by 1.4 into 10 into 10 കൊടുത്താൽ മതി. So 378 by 14. 7 tables cancel out. 7 2s are 7 5s are 35, 7 4s are 28. Again 54 by 2 ചെയ്യുമ്പം 27 ആൻസർ കിട്ടും. 9th question. 2.73 divided by 1.3. 2.73 by 1.3 കൊടുക്കുമ്പോൾ ഇൻറ്റു 100 ഇൻറ്റു 10 ഇൻറ്റു 100 ഇൻറ്റു 100 കൊടുക്കണം. അപ്പം 273 by 130 എന്ന് കിട്ടും. 273 13 ഡിവൈഡ് ആവുമോ നോക്കാം. 273 ഡിവൈഡ് ബൈ 13 ചെയ്യുകയാണെങ്കിൽ 13 2s are 26, 13 1s are 13, 0. So 21. 13 10s are ഇത് 21s are. So 21 by 10 നമുക്ക് ആൻസർ 2.1 കിട്ടും. 6th question. എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A vehicle covers a distance of 43.2 km in 2.4 liters of petrol. How much distance it will cover in 1 liter of petrol? So, distance covered in 2.4 liters of petrol equal to 43.2 km. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 ലിറ്റർ പെട്രോൾ കണ്ടുപിടിക്കണം. is equal to 43.2 divided by 2.4. So which is equal to 43.2 by 2.4 into 10 into 10 ചെയ്യുമ്പോൾ 432 by 24. So 432 divided by 24 ചെയ്യുമ്പോൾ 24 1s are 24, 13 4 പോകുമ്പോൾ 9, 192, 192, 8s are 8 2s are 8 4s are 32, 3 remainder, 8 2s are 16 plus 3 90. So equal to 18 kilometer.